ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഫാരി മൂവിയാണ് ടിങ്കർ ബെൽ. ടിങ്കർ ബെല്ലിന്റെ മൂന്നാം പാർട്ടായ ടിങ്കർ ബെൽ ആൻഡ് ദ ഗ്രേറ്റ് ഫാരി ക്രെസ്യൂ എന്ന മൂവിയാണ് ഇന്ന് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ഫാരീസിനെ ആദ്യമായി കാണുന്ന മനുഷ്യരും മനുഷ്യരോട് കൂടുതൽ അടുക്കുന്ന ഫാരീസിന്റെയും അടിപൊളി കഥയാണ് ഈ മൂവിയിലൂടെ പറയുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ടും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ കൂടി പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് കഥ കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴത്തും പോലെ ആ ലേഡി പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യരും ഫാരീസും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല, എന്നാൽ ആ വേനൽക്കാലത്ത് അത് സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫാരീസിനെ കാണിക്കുകയാണ്. അവർ വളരെയധികം സന്തോഷത്തിൽ പാറിപ്പറന്ന് നടക്കുകയാണ്. പലതരം പവറുകളുള്ള ഒരുപാട് ഫാരീസ് ഉള്ള ആ ഒരു സ്ഥലം മാജിക്കൽ വേൾഡ് തന്നെയായിരുന്നു. അവരിപ്പോൾ പിക്സി ഹോളിലല്ല, പകരം ഭൂമിയിലാണ്. അതെ, ഈ കഥയുടെ തുടക്കം ഭൂമിയിൽ നിന്നാണ്. ക്യാമ്പിനായി ഭൂമിയിലേക്ക് വന്ന അവർ ആരും കാണാത്ത സ്ഥലത്ത് ഒരു കൊച്ചു പിക്സി ഹോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് മറ്റു ഫാരീസ് ആരും കാണാതെ അവരുടെ പവറുകൾ വെച്ച് ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടേക്കാണ് നമ്മുടെ ടിങ്കർ ബെല്ലും ട്രാൻസും ബ്ലസ്സും വരുന്നത്. ബ്ലസ്സിനെ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ മൂവിയുടെ പാർട്ട് 2 കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. നമ്മുടെ ട്രാൻസ് അവന്റെ ജോലിയായ പിക്സി പൊടി അവിടെ കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. ട്രാൻസ് പോയത് കൊണ്ട് ഒരു കൂട്ടിനായി ടിങ്കർ ബെൽ അവിടെ നിന്നും പോകാൻ നേരത്ത് അവിടേക്ക് വിദ്യ വന്നിട്ട്, ടിങ്കർ ബെൽ, നീ എവിടേക്കാണ് പോകുന്നത്? ചുറ്റിലും മനുഷ്യരുണ്ട്, അവർ നമ്മളെ കാണരുത്, അവരുടെ ശ്രദ്ധ ഇവിടേക്ക് ആകർഷിക്കുകയും ചെയ്യരുത് എന്നെല്ലാം പറയുമ്പോൾ മറ്റു ഫാരീസും അത് സമ്മതിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു അപായ സൂചനക്കുള്ള ശബ്ദം മറ്റു ഫാരികൾ കൊടുക്കുന്നത് കേട്ടത്. എല്ലാ ഫാരികളും ആ ശബ്ദം കേട്ട് ഒളിച്ച്. എന്നാൽ നമ്മുടെ ടിങ്കർ ബെൽ മാത്രം അതെന്താണ് എന്നറിയാൻ പുറത്തു പോയി നോക്കി. അതൊരു കാറായിരുന്നു. ടിങ്കർ ബെൽ ആ കാറിന്റെ പിന്നാലെ പോയി. ആ കാറ് ഒരു വീടിന് മുന്നിൽ നിർത്തി. അതിൽ ലിസി എന്ന ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനായ ഡോക്ടർ ഗ്രിഫിക്സ് എന്ന ആളും ഉണ്ടായിരുന്നു. ടിങ്കർ ബെല്ലിന്റെ പിന്നാലെ വിദ്യയും അവിടെ എത്തുന്നു. വിദ്യ അവളോട്, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടിങ്കർ ബെൽ എങ്ങനെയാണ് ഈ വണ്ടി ഓടുന്നത് എന്നറിയാനുള്ള ക്യൂരിയോസിൽ അതെല്ലാം ചെക്ക് ചെയ്യുകയായിരുന്നു. ചെക്കിങ്ങിന്റെ ഇടയിൽ വിദ്യയുടെ ദേഹത്തേക്ക് വെള്ളവും വീഴുന്നു. അവിടേക്ക് ലിസിയുടെയും അച്ഛന്റെയും അടുത്തേക്ക് ഒരു പൂമ്പാറ്റ വന്നപ്പോൾ ലിസി ഇതിനെ കാണാൻ സ്പെഷ്യൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാരീസ് കേൾക്കുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്നും പോകാൻ നിൽക്കുന്നു. എന്നാലും ടിങ്കർ ബെൽ ആ വണ്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ലിസി ആണെങ്കിൽ ഫാരീസ് ഉണ്ടെന്ന് വിശ്വസിച്ച് ഗാർഡൻ ഏരിയയിൽ അവർക്കായി ഒരു കുഞ്ഞു നല്ല ഭംഗിയുള്ള വീടുണ്ടാക്കി വെക്കുന്നു. അവസാന ടച്ചപ്പിനായി ഒരു പൂ പറിക്കാൻ അവൾ അവിടെ നിന്നും പോയി. ഈ സമയം അവിടേക്ക് വന്ന നമ്മുടെ ടിങ്കർ ബെല്ലും വിദ്യയും ആ കുഞ്ഞു വീട് കാണാൻ ഇടയാവുകയാണ്. വിദ്യ അപ്പോൾ ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അറിയാനുള്ള ക്യൂരിയോസിൽ നമ്മുടെ ടിങ്കർ ബെൽ ആ വീടിനുള്ളിൽ കയറി നോക്കുന്നു. ഇതെല്ലാം മനുഷ്യർ നമ്മളെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ട്രാപ്പ് ആകുമെന്ന് വിദ്യ പറയുന്നു. എന്നാൽ ടിങ്കർ ബെൽ അത് കേൾക്കുന്നില്ല. എന്നാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിദ്യ വളരെ ശക്തിയിൽ ആ വീടിന്റെ ഡോർ അടക്കുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ലിസി വരുന്നത് വിദ്യ കാണുന്നത്. ഉടനെ തന്നെ വിദ്യ ആ വീടിന്റെ ഡോർ തുറക്കാൻ നോക്കുന്നു. എന്നാൽ അതിന് കഴിയുന്നില്ല, അത് സ്റ്റക്കായി നിൽക്കുകയാണ്. വിദ്യ വിളിച്ചു പറയുന്നുണ്ട്, ആര് വരുന്നുണ്ട് ടിങ്കർ ബെൽ, വേഗം വായോ എന്ന്. എന്ന ടിങ്കർ ബെല്ലും അത് കാര്യമാക്കി എടുക്കുന്നില്ല. ലിസി ആ വീടിന്റെ അടുത്തെത്താറായി എന്ന് മനസ്സിലാക്കിയ വിദ്യ അവിടെ ഉണ്ടായിരുന്ന പുല്ലിൽ പോയി ഒളിച്ചു നിൽക്കുന്നു. ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ടിങ്കർ ബെൽ ആ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുമ്പോൾ അവൾക്ക് അതിന് കഴിയുന്നില്ല. താനുണ്ടാക്കിയ വീട്ടിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ലിസി വീട്ടിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ അത് അതിനുള്ളിൽ ഒരു ഫാരി. അതെ, അവൾ വിശ്വസിച്ചത് സത്യമായിരിക്കുന്നു. അവൾക്ക് വളരെയധികം സന്തോഷമായി. അവൾ ആ വീടൊടുക്കനെ കൂടെ തന്നെ തന്റെ അച്ഛന്റെ അടുത്ത് പോയി അത് കാണിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുമ്പോൾ പുള്ളിക്കാരൻ നമ്മൾ നേരത്തെ കണ്ട ആ ഭംഗിയുള്ള പൂമ്പാറ്റയില്ലേ, അതിനെ പിടിച്ച് ഒരു കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ ബട്ടർഫ്ലൈസിന്റെ സെപ്പറേറ്റ് ഫോട്ടോഫോളിയോ ഉണ്ടാക്കുക ആയിരുന്നു. ഇത് കണ്ട നമ്മുടെ ടിങ്കർ ബെല്ലും വിദ്യയുടെ കാര്യം പറയണോ? ലിസിയും പേടിച്ചു. തന്റെ ഫാരിനെ അച്ഛൻ ഇതുപോലെ ചെയ്യുമെന്നും മനസ്സിലാക്കി ടിങ്കർ ബെല്ലിനെ തന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാതെ ലിസി അവിടെ നിന്നും നേഴ്സായി മുങ്ങി. തന്റെ റൂമിൽ ചെന്ന് ലിസി ഫാരി ഹൗസ് തുറന്നപ്പോൾ തന്നെ നമ്മുടെ ടിങ്കർ ബെൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ലിസിയുടെ പൂച്ച ടിങ്കർ ബെല്ലിനെ പിടിക്കാൻ നടക്കുകയാണ്. പൂച്ചയിൽ നിന്ന് ടിങ്കർ ബെല്ലിനെ രക്ഷിക്കാൻ ലിസി ടിങ്കർ ബെല്ലിനെ ഒരു കൂട്ടിലാക്കി തന്റെ പൂച്ചയെ അവിടെ നിന്നും കൊണ്ടുപോയി. ടിങ്കർ ബെൽ കൂട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ നടക്കുന്നില്ല. ഈ സമയമാണെങ്കിൽ പുറത്ത് കാർമേഘങ്ങൾ വന്ന് മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു.
വിധിയ മായയെ പോലും വകവെക്കാതെ തനിക്ക് പറക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഓടി മറ്റു ഫാരീസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നടന്ന സംഭവങ്ങൾ മറ്റു ഫാരികളോടായി പറയുകയാണ്. അവരെല്ലാം അതൊരു നെട്ടലോട് കൂടിയാണ് കേട്ടത്. ഈ മയത്ത് നമ്മൾ എങ്ങനെ അവളെ രക്ഷിക്കാൻ പോകും, നമുക്കൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ടിങ്കർബെല്ലിനെ രക്ഷിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അപ്പോഴാണ് ക്ലർക്കും ബബിളും നമുക്ക് ഏതായാലും ഈ മയത്ത് പറന്നു പോകാൻ സാധിക്കില്ല, പുറത്ത് ഒരുപാട് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു കുഞ്ഞു ബോട്ടുണ്ടാക്കി അതിൽ കയറിപ്പോയാലോ എന്ന് പറയുന്നതും മറ്റു ഫാരികളും ഈ ഐഡിയ കൊള്ളാമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ അവർ അവരുടെ പവർ വെച്ച് ഒരു കുഞ്ഞു ബോട്ട് തയ്യാറാക്കി. ഈ സമയമാണെങ്കിൽ ടിങ്കർബെൽ ആ കൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് നോക്കുമ്പോൾ തന്നെ അവിടേക്ക് ലിസി വന്നിട്ട് ടിങ്കർബെല്ലിനോട് വളരെ നല്ലതിൽ സംസാരിക്കുന്നു. എന്നാൽ ടിങ്കർബെൽ പേടിച്ച് അവിടെ ഒളിച്ചു നിൽക്കുന്നു. അപ്പോൾ ലിസി, നീ പേടിക്കേണ്ട, നീ എന്നെ ഒരു സുഹൃത്തിനെ പോലെ കണ്ടാൽ മതി, എനിക്ക് ഫാരീസിനെയെല്ലാം ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവൾ വരച്ച പെയിന്റിങ് ടിങ്കർബെല്ലിനെ കാണിച്ചു കൊടുക്കുകയാണ്. ടിങ്കർബെല്ലും അപ്പോൾ ലിസി ഒരു പാവമാണ് എന്ന് മനസ്സിലാക്കി അവളുടെ അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ലിസിക്ക് ടിങ്കർബെല്ലിന്റെ ശബ്ദം ഒരു മണിക്കിലുക്കം പോലെയാണ് കേട്ടത്. എന്നാലും ടിങ്കർബെൽ ആക്ഷനിലൂടെ തന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ പരസ്പരം പരിചയപ്പെടുകയാണ്. അപ്പോൾ അതിലൂടെ പോയ ലിസിയുടെ അച്ഛനും ഇവളിപ്പോൾ ആരോടാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ മുറിയിൽ കയറി. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളുടെ അച്ഛൻ, നീ ആരോടാ ഇത്ര നേരം സംസാരിച്ചത്, ഇവിടെ ആരുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ലിസി, അതോ അച്ഛ, ഞാൻ എന്റെ ഫാരി പെയിന്റിസിനോടാണ് സംസാരിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ലിസിയുടെ അച്ഛനും, ഓ മോളെ, നീ ഇവിടെ വെറുതെ ഇരുന്ന് സമയം കളയുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു റിസർച്ച് ബുക്ക് തരാമെന്ന് പറഞ്ഞ് ഒരു ബുക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം ടിങ്കർബെല്ല് തനിക്ക് ഇവിടെ നിന്നും പോകണം എന്ന ആഗ്രഹം ലിസിയോട് പറഞ്ഞപ്പോൾ കുറച്ച് വിഷമത്തോടെയാണെങ്കിൽ കൂടി ലിസി അതിന് സമ്മതിച്ചു. എന്നാൽ ജനൽ തുറന്നപ്പോഴാണ് പുറത്ത് നല്ല മഴയാണെന്ന കാര്യം മനസ്സിലായത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഫാരിസ് ടിങ്കർബെല്ലിനെ രക്ഷിക്കാനായി സാഹസിക യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെയാണെങ്കിൽ ടിങ്കർബെല്ലും ലിസിയും ഇപ്പോൾ നന്നായി ക്ലോസ് ആയിട്ടുണ്ട്. ലിസിയുടെ ടോയ് ഹൗസ് എല്ലാം ടിങ്കർബെൽ വളരെ ആസ്വദിച്ച് കാണുകയാണ്. അപ്പോഴാണ് ലിസി ടിങ്കർബെല്ലിനോട്, എനിക്ക് ഫാരീസിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞപ്പോൾ ടിങ്കർബെൽ, ഐഡിയ, എന്നാ നീ നിന്റെ വർക്ക് ബുക്കിൽ എന്റെ വേൾഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞ് ലിസിയും തന്റെ റിസർച്ച് ബുക്കിൽ ടിങ്കർബെൽ കാണിച്ചു തരുന്ന ആക്ഷനിലൂടെ പിക്സി ഹോളിനെ പറ്റി എഴുതുകയാണ്. നമ്മൾ ആദ്യ പാർട്ടിൽ പറഞ്ഞതുപോലെ ആദ്യ കുഞ്ഞിൽ നിന്ന് ആദ്യത്തെ ചിരിയിൽ ഓരോ ഫാരിയും ഉണ്ടാകുന്നു. വാട്ടർ ഫാരി, ടിങ്കർ ഫാരി, ലൈറ്റ് ഫാരി, ഗാർഡൻ ഫാരി, അങ്ങനെ ഒരുപാട് ഫാരികളെ പറ്റിയും അവരുടെ പവറുകളെ പറ്റിയും ടിങ്കർബെൽ ലിസിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ആ റിസർച്ച് ബുക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഫാരിസ് ടിങ്കർബെല്ലിനെ തിരഞ്ഞുകൊണ്ട് ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഇടക്കിലേക്ക് വെള്ളം പോകുന്നത് കണ്ടത്. നമ്മുടെ കുഞ്ഞു ഫാരീസിനാണെങ്കിൽ അതൊരു വെള്ളച്ചാട്ടം പോലെയാണ് കേട്ടോ. അവർ ബോട്ട് ഒരുപാട് നിയന്ത്രിക്കാൻ നോക്കിയെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. അവസാനം നമ്മുടെ സിൽവർ അവളുടെ പവർ വെച്ച് വെള്ളത്തെ കൺട്രോൾ ചെയ്ത് ബോട്ടിനെ തിരിച്ചു. എന്നാൽ അവരൊരു പുൽക്കെട്ടിലേക്കാണ് വീണത്. പുല്ലിന്റെ മുകളിലേക്ക് വീണത് കൊണ്ട് അവർ സേഫായി രക്ഷപ്പെട്ടു. ഇതിപ്പോ ഏതാ സ്ഥലം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, എല്ലായിടം ഒരുപോലെയുണ്ട്. ക്ലർക്കാണെങ്കിൽ മഴ കൊള്ളാണ്ടിരിക്കാൻ ഒരു ബട്ടൺ തലയിൽ പിടിച്ചു നിൽക്കുകയാണ്. വിധി അത് കണ്ടിട്ട്, ഈ ബട്ടൺ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഓർമ്മ വന്നു, ഇവിടെ കൂടെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുന്നു. അവിടെ ടിങ്കർ ലിസിയെ സഹായിച്ച് അവസാനം റിസർച്ച് ബുക്ക് കംപ്ലീറ്റ് ആക്കി. ബുക്ക് അങ്ങനെ ഓരോ പേജും മറിച്ച് നോക്കുമ്പോൾ ടിങ്കർബെല്ലിന് തന്റെ ഫ്രണ്ട്സുകളെ മിസ് ചെയ്യുന്നത് പോലെ തോന്നി. അത് നമ്മുടെ ലിസിക്കും മനസ്സിലായി. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ടിങ്കർബെൽ, നിനക്കിനി തിരിച്ചു പോകാം എന്ന് സന്തോഷത്തോടെ പറയുന്നു. ലിസി തന്റെ ഉള്ളിലെ വിഷമം പുറത്ത് കാണിച്ചില്ല. ടിങ്കർബെൽ ലിസിയോട്, ആ റിസർച്ച് ബുക്ക് തീർച്ചയായും നീ നിന്റെ അച്ഛനെ കാണിക്കണമെന്ന് പറയുന്നു. ടിങ്കർബെൽ അങ്ങനെ ലിസിയോട് യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് അവൾ കരയാൻ തുടങ്ങി. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും ടിങ്കർബെൽ എന്നും അവൾ പറഞ്ഞു. ടിങ്കർബെൽ പോയ ഉടനെ തന്നെ ലിസി റിസർച്ച് ബുക്ക് എടുത്ത് അച്ഛന്റെ അടുത്തേക്ക് പോയി. ലിസിയുടെ അച്ഛൻ എന്താകും പറയുക എന്നറിയാനായി ടിങ്കർബെൽ ജനലിലൂടെ നോക്കുമ്പോൾ ആ റിസർച്ച് ബുക്ക് നോക്കാതെ വീട്ടിനുള്ളിൽ മഴവെള്ളം വീഴുന്ന സ്ഥലത്തെല്ലാം പാത്രങ്ങൾ വെക്കുകയാണ്. ലിസി ഇതിലുള്ളതെല്ലാം ഒറിജിനൽ ആണ് എന്നെല്ലാം പറയുമെങ്കിലും അച്ഛൻ അത് കാര്യമാക്കി എടുക്കുന്നില്ല. ലിസി വിഷമത്തോടെ തന്റെ മുറിയിലേക്ക് പോയി റിസർച്ച് ബുക്കിലെ ടിങ്കർബെല്ലിനെ വരച്ചത് നോക്കി കരയുന്നു. അപ്പോൾ അവിടേക്ക് ടിങ്കർബെല്ലും തിരിച്ചു വന്ന് ലിസിയെ സമാധാനിപ്പിക്കുന്നു. അവിടെ നമ്മുടെ മറ്റു ഫാരികൾ നടന്ന് ഒരു വെള്ളക്കെട്ടിന്റെ അടുത്തെത്തി. ഇത് കടന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോകണം, വിധിയ പറയുന്നു. അയ്യേ, ഇത് ചെളിവെള്ളമാ, ഞാനൊന്നും വരില്ല, എന്റെ കാല് അയക്കാകും എന്ന് റൊസിട്ട പറയുന്നു. പുള്ളിക്കാരത്തി കുറച്ച് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ഇതിലൂടെ നിനക്കിനി പറന്നു വരാനൊന്നും പറ്റിയില്ലല്ലോ, മര്യാദക്ക് വന്നു. അങ്ങനെ റൊസിറ്റയും അതിലൂടെ പോകുന്നു. എന്നാൽ വിധിയയുടെ കാല് ആ ചെളിയിൽ കുടുങ്ങി. അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായി ക്ലർക്കും ബബിളും അവിടെ നിന്നും പോകുന്നു. മറ്റു ഫാരികൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴാണ് അവിടേക്ക് ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരുന്നത്.
ഇടി വെട്ടിയവനെ പാമ്പ് കടിക്കുക എന്നൊക്കെ കേട്ടില്ലേ, ആ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഫാരീസിന്. യെല്ലോ ഫാരിയുടെ ഏതൊരു ബുദ്ധിക്ക് ആ വരുന്ന ആളുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചു. അയാൾ ഉടനെ തന്നെ ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തി. ദൈവഭാഗ്യത്തിന് നമ്മുടെ ഫാരീസിന് ഒന്നും സംഭവിച്ചില്ല. അയാളാണെങ്കിൽ ആരുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചത് എന്നും പറഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോ ഫാങ്, എന്തുകൊണ്ട് നമുക്ക് ഇയാളുടെ ഷൂലേസ് വെച്ച് രക്ഷപ്പെട്ടുകൂടാ? അങ്ങനെ എല്ലാവരും ആ ഷൂലേസ് പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ ടിങ്കർബെൽ നമ്മുടെ ലിസിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ച് അവസാനം ലിസി ഉറങ്ങി. അവൾക്ക് പുതപ്പെല്ലാം കൊടുത്തിട്ട് ടിങ്കർബെൽ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഗ്രിഫിക്സ് ഇപ്പോഴും വെള്ളം ചോർച്ചയുള്ള ഭാഗത്ത് പാത്രങ്ങൾ വെക്കുന്നതാണ് കാണുന്നത്. ഇതിനിപ്പോ ഒരു പരിഹാരം കണ്ടെത്തണമല്ലോ. ടിങ്കർബെൽ വീടിന്റെ മച്ചിൻ മുകളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് ചോർച്ച അടക്കുന്നു. നമ്മുടെ ടിങ്കർബെൽ ആരാമോൾ ഇപ്പോൾ വെള്ളം വീടിനുള്ളിലേക്കല്ല വരുന്നത്, പകരം പുറത്തേക്കാണ് പോകുന്നത്. അതിനിടെ ടിങ്കർബെൽ ആ പാത്രത്തിൽ ഇരിക്കുന്ന പൂമ്പാറ്റയെ കാണുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് രാവിലെ തന്നെ ടിങ്കർബെൽ ലിസിയെ പോയി വിളിക്കുന്നു. പെട്ടെന്ന് അച്ഛൻ വന്നത് കാരണം ടിങ്കർബെൽ അവിടെ ഒരു പാവയിൽ ഒളിക്കുന്നു. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു, എന്നാൽ വെള്ളം എവിടെയും ചോർന്നിട്ടില്ല. എന്ത് പറ്റിയെന്നും അറിയില്ല. ഇന്നലെ വീട്ടിൽ വെള്ളം ചോരാത്തതിന്റെ സന്തോഷം ഗ്രിഫിക്സിന്റെ മുഖത്തുണ്ടായിരുന്നു. ടിങ്കർബെൽ ലിസിയോടായി ഇപ്പോൾ തന്നെ റിസർച്ച് ബുക്ക് കാണിക്കുകയെന്ന ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് ലിസിക്ക് മനസ്സിലാകാത്തത് കാരണം ടിങ്കർബെല്ലിനെ അച്ഛൻ കാണാതെ ഇരിക്കാൻ ലിസി ഓരോന്നും പറഞ്ഞ് അച്ഛനെ റൂമിൽ നിന്നും മാറ്റി. ഗ്രിഫിക്സ് അവിടെ നിന്നും പോയതിനു ശേഷം ടിങ്കർബെൽ ലിസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആക്ഷനിലൂടെ റിസർച്ച് ബുക്ക് ഇപ്പോൾ തന്നെ കാണിക്കാൻ പറയുന്നു. ഇപ്പോൾ അത് മനസ്സിലായ ലിസി റിസർച്ച് ബുക്കും എടുത്ത് അച്ഛന്റെ അടുത്തേക്ക് പോയി അത് കാണിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അച്ഛൻ ഇപ്പോൾ കലിപ്പിലാണ്, കാരണം അച്ഛൻ കുപ്പിയിലാക്കിയിരുന്ന പൂമ്പാറ്റ അവിടെ നിന്നും പറന്നു പോയിരിക്കുന്നു. ആരോ കുപ്പി തുറന്ന് ഇതിനെ പറഞ്ഞയച്ചതാണ്. സത്യം പറ ലിസി, ഇത് നീയല്ലേ ചെയ്തത്? ടിങ്കർബെൽ ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലിസി, നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് കയ്യിലൂടെ കാണിക്കുകയാണ്. സോറി അച്ഛ, അതിനെ തുറന്നു വിട്ടത് ഞാനാണ്. അതിനെ എന്തിനാണ് കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗ്രിഫിക്സ് ദേഷ്യപ്പെട്ട്, നീ ഇനി ഈ റൂമിലേക്ക് തന്നെ കയറിപ്പോകരുത് എന്ന് പറയുന്നു. അവിടെ നമ്മുടെ ഫാരീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വരുമ്പോൾ വിധിയ, എല്ലാത്തിനും കാരണം ഞാനാണ്. ഞാൻ ടിങ്കർബെല്ലിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ വീടിന്റെ ഡോറ് അടച്ചത്. എന്നാൽ അത് സ്റ്റെക്കായി പോകുമെന്നോ ടിങ്കർബെൽ അതിൽ കുടുങ്ങുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു തമാശക്ക് ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ മറ്റു ഫാരീസും അത് ഞങ്ങൾക്ക് മനസ്സിലാകും വിധിയ, ഇതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. നമ്മൾ ഒരു ടീമായി ടിങ്കർബെല്ലിനെ കണ്ടെത്തും എന്ന് പറയുമ്പോൾ ക്ലാർക്കും ബബിളും കൂടി ആ വീട് കണ്ടെത്തുന്നു. അവിടെ വിഷമിച്ച് റൂമിലേക്ക് വന്ന ലിസി അച്ഛൻ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ഞാനും ഒരു ഫാരി ആയിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ പറന്ന് നടക്കാമായിരുന്നു. ലിസിയുടെ വിഷമം മാറ്റാനായി ടിങ്കർബെൽ ലിസിയോട് കണ്ണടച്ച് കൈ വിടർത്തി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാരി പൗഡർ ലിസിയുടെ ദേഹത്തേക്കായി ഇടുന്നു. ലിസിക്ക് എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല, കാരണം അവൾ മെല്ലെ മെല്ലെ പറക്കാൻ തുടങ്ങി. ബാലൻസ് ഇല്ലാത്തത് കാരണം അവൾ അവിടെ ഇവിടെയുമായെല്ലാം തട്ടിയും മുട്ടിയും വീഴുന്നു. ഈ ശബ്ദമെല്ലാം താഴെ അച്ഛൻ കേൾക്കുന്നുണ്ട്. ഇവൾക്കെന്താ മേലെ പണിയെന്നും അദ്ദേഹം ചിന്തിക്കുന്നു. ടിങ്കർബെൽ ലിസിയുടെ കൈ പിടിച്ച് മെല്ലെ അവളെ പറക്കാൻ പഠിപ്പിക്കുന്നു. ലിസി ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പറക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ഇതേ വീട്ടിൽ തന്നെ നമ്മുടെ ഫാരീസും എത്തിക്കഴിഞ്ഞു. എന്നാൽ അവർക്ക് ഈ വീട്ടിനുള്ളിലേക്കുള്ള വരവ് അത്ര സുഖകരമായിരുന്നില്ല, കാരണം അവിടെ ലിസിയുടെ പൂച്ചയുണ്ടായിരുന്നു. പൂച്ചയാണെങ്കിൽ ഇവരെ കിട്ടിയാൽ ഇപ്പോൾ തന്നെ അകത്താക്കും എന്ന മട്ടിൽ നിൽക്കുകയാണ്. പേടിച്ചു പോയ ഫാരീസ് ഫാങ്ങിനോടായി, നീയല്ല ആനിമൽ ഫാരി, അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുമെങ്കിലും ഫാങ് തോമസ് കുട്ടി വണ്ടി വിട്ടോടാ എന്ന മട്ടിൽ ഫാരീസിനോടൊപ്പം ഓടിപ്പോകുന്നു. പിന്നാലെ അവരെ വിടാതെ നമ്മുടെ ലിസിയുടെ പൂച്ചയും. എല്ലാവരും ഒരു ഷെൽഫിൽ കയറി നിൽക്കുകയാണ്. എങ്ങനെയോ ക്ലാർക്കിന്റെ കയ്യിൽ നിന്ന് ഫാരി പൊടി അവിടെയുള്ള പ്ലേറ്റിലെല്ലാം വീണ് അത് വായുവിൽ നിൽക്കുകയാണ്. നമ്മുടെ വിധിയെ, നീ ഒരു ജീനിയസ് തന്നെയാണ് ക്ലാർക്ക് എന്ന് പറഞ്ഞ് ആ പ്ലേറ്റിൽ ചവിട്ടി അവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് പറയുന്നു. നിങ്ങൾ ആകാശത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും ഞാൻ വിടില്ല എന്ന മട്ടിലാണ് ലിസിയുടെ പൂച്ച ആ പാത്രത്തിൽ കയറി അവരുടെ പിന്നാലെ പോകുന്നത്. അവിടെ അവർ പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചെടി കാണുന്നു. ഫാങ് അത് പൊട്ടിക്കുന്നു. റൊസിറ്റ വിധിയോട്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയി ടിങ്കർബെല്ലുള്ള റൂം ഏതാണെന്ന് കണ്ടെത്തി എന്ന് പറയുന്നു. വിധിയൻ ടിങ്കർബെല്ലുള്ള റൂമിലേക്ക് പോകുമ്പോൾ അവിടേക്ക് തന്നെയായി ഗ്രിഫിക്സും പോകുന്നത് കാണുന്നു. ഗ്രിഫിക്സ് റൂമിലേക്ക് ചെന്നിട്ട്, എന്താണ് ലിസി ഇവിടെ എന്താ നടക്കുന്നത്? ചുമരിൽ മൊത്തം നടന്ന പാടുകളാണല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ലിസി അച്ഛനോട്, അച്ഛൻ ഞാൻ പറയുന്നത് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, ഫാരീസ് ഉള്ളതാണ്. എന്റെ റിസർച്ച് ബുക്കിലെ ഓരോ കാര്യവും ഫാരീസിനെയും ഫാരീസ് വേൾഡിനെയും കുറിച്ച് പറയുന്നതാണ്.
അതും കൂടി കേട്ടപ്പോൾ ഗ്രിഫിക്സിന് വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് നീയും നിന്റെ ഒരു ഫാരീസൊന്നും ഈ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പെയിന്റിങ്ങും ലിസിയുടെ ഫാരി ടോയും എല്ലാം എടുത്ത് വേസ്റ്റ് പിന്നിലിടാൻ പോകുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ട് ഇരിക്കുകയായിരുന്നു നമ്മുടെ ടിങ്കർബെൽ. പെട്ടെന്ന് തന്നെ ഫാരി ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് താൻ എന്താടോ പറയുന്നത്, ഫാരീസ് ഒക്കെ ഇല്ലാത്തതാണെന്നോ, ആ റിസർച്ച് ബുക്കിലെ ഓരോ കാര്യവും സത്യമാണെന്ന് ടിങ്കർബെൽ വളരെ ദേഷ്യത്തിൽ ഗ്രിഫിക്സിനോട് പറയുന്നു. എന്നാൽ ടിങ്കർബെല്ലിനെ കണ്ട ഗ്രിഫിക്സിന്റെ കിളി പോയി പേടിച്ച് നിൽക്കുകയാണ്. അച്ഛൻ പേടിക്കേണ്ട, ഇതെന്റെ പുതിയ ഫ്രണ്ടാണ് ടിങ്കർബെൽ, ഫാരിയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ വിദ്യ ആ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രിഫിക്സ് ആണെങ്കിൽ ഇതിനെ കാണാൻ വ്യത്യസ്തമായിട്ടുണ്ട്, വളരെ അത്ഭുതകരമാണ് എന്ന് പറഞ്ഞ് താഴെ ഉണ്ടായിരുന്ന ഒരു പാത്രം വെച്ച് ടിങ്കർബെല്ലിനെ അതിൽ മൂടാൻ നോക്കുന്നു. എന്നാൽ അത് കണ്ട വിദ്യ ഓടിച്ചെന്ന് ടിങ്കർബെല്ലിനെ മാറ്റി. എന്നാൽ ആ പാത്രത്തിൽ കുടുങ്ങിയത് വിദ്യയാണ്. ഇതിനെ മ്യൂസിയത്തിൽ വെച്ചാൽ ഒരുപാട് പൈസ കിട്ടും, വളരെ റയർ പീസ് അല്ലേ. അച്ഛ അതിനെ കൊണ്ടുപോകരുത്, അതെന്റെ ഫ്രണ്ടാണ്, നിൽക്കച്ച എന്നെല്ലാം ലിസി പറഞ്ഞെങ്കിലും അതൊന്നും ചെവി കേൾക്കാതെ ഗ്രിഫിക്സ് കാറുമെടുത്ത് അവിടെ നിന്നും പോയി വിദ്യയുമായി. ടിങ്കർബെൽ താഴെ വന്നു നോക്കുമ്പോൾ മറ്റു ഫാരീസ് പൂച്ചയുടെ പുറത്ത് ആ ഇല കാണിച്ചു കൊടുത്തു വരികയാണ്. അവരെ കണ്ട് ടിങ്കർബെല്ലിനെ കണ്ട അവരും സന്തോഷിക്കുന്നു. എന്ന വിദ്യയുടെ കാര്യം പറയുമ്പോഴാണ് അവർ വിഷമിക്കുന്നത്. ലിസി അവിടേക്ക് വന്നിട്ട് അച്ഛൻ പോയിരിക്കുന്നത് സിറ്റിയിലെ മ്യൂസിയത്തിലേക്കാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അച്ഛനെ കൊണ്ട് അത് ചെയ്യാൻ സമ്മതിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഫാരീസ് അതിന് പുറത്ത് നല്ല മഴയാണ്, നമുക്കൊരിക്കലും പറക്കാൻ കഴിയില്ല. ടിങ്കർബെൽ അപ്പോൾ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് ലിസിയെ വെച്ച് പറന്നു പോയിക്കൂടാ. അങ്ങനെ ഫാരി പൊടി ലിസിയുടെ ദേഹത്ത് മുഴുവനും ആക്കിയിട്ട് അവർ പറന്നു പോകാൻ തുടങ്ങി. ഗ്രിഫിക്സ് വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു ആ കുപ്പി പിടിച്ചിരുന്നത്. ലിസിയാണെങ്കിൽ ആകാശത്തിലൂടെ പോകുമ്പോൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഗ്രിഫിക്സ് വളരെ വേഗത്തിൽ പോകുന്നത് കാരണം ലിസിക്ക് അത്രയും വേഗത്തിൽ പറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ടിങ്കർബെൽ വളരെ വേഗത്തിൽ ചെന്നിട്ട് ആ കാറിന്റെ അടിയിൽ പോയി ആ കാർ ഓഫ് ചെയ്യുന്നു. എന്നാൽ ഗ്രിഫിക്സ് ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വേഗം മ്യൂസിയത്തിലേക്ക് ഓടുകയാണ്. മ്യൂസിയത്തിന്റെ വാതിൽ തുറക്കാറായതും അതാ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ലിസി വരുന്നു. ഇതിപ്പോ എവിടുന്ന ഇവളുടെ സൗണ്ട് എന്നതിൽ എല്ലായിടത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ലിസി ആകാശത്തിൽ നിന്ന് അച്ഛ എന്ന് വിളിച്ചു വരുന്നു. അത് കണ്ട് അന്തം വിട്ട് തരിച്ചു നിൽക്കുകയാണ് ഗ്രിഫിക്സ്. മോളെ, നീ എങ്ങനെയാണ് ഈ പറക്കുന്നത്? ഇതിന് കാരണം എന്റെ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് ലിസി എല്ലാ ഫാരീസിനെയും കാണിച്ചു കൊടുക്കുന്നു. അച്ഛ, നമുക്ക് ആ ഫാരീനെ വെറുതെ വിടാം എന്ന് പറയുമ്പോൾ ഗ്രിഫിക്സിനും തന്റെ തെറ്റ് മനസ്സിലായി. മോളെ, ഞാൻ തെറ്റായാണ് ചിന്തിച്ചത്, എന്നാൽ എന്റെ കണ്ണ് തുറപ്പിച്ചത് നീയാണ് എന്ന് പറഞ്ഞ് ആ കുപ്പി ലിസിക്ക് കൊടുക്കുന്നു. ലിസിയും അതിലെ മൂടി മാറ്റി വിധിയെ തുറന്നു വിടുന്നു. എല്ലാ ഫാരീസും വിധിയെ ഹക്ക് ചെയ്യുകയാണ്. പിന്നെ അച്ഛന്റെയും മകളുടെയും സ്നേഹമാണ്. അച്ഛ, നമുക്ക് ഇവിടെ നിന്നും വീട്ടിലേക്ക് പറന്നു പോയാലോ? പറന്നു പോകാനോ? എങ്ങനെ? പെട്ടെന്ന് ഗ്രിഫിക്സിന്റെ കാലുകൾ ഉയർന്ന് അവൻ പറക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വീട്ടിലേക്ക് പറന്നു പോവുകയാണ്. ആ യാത്ര അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എല്ലാവർക്കുമായി ഗ്രിഫിക്സും ലില്ലിയും കൂടി ഒരു ടീ പാർട്ടി കൊടുക്കുന്നതാണ്. അങ്ങനെ ഈവനിങ്ങിൽ എല്ലാവരും കിടക്കുമ്പോൾ ലിസി തന്റെ റിസർച്ച് ബുക്കിലെ ഓരോ കഥയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവിടേക്ക് ട്രെൻസും വന്നിട്ട് നീയെല്ലാം അടിപൊളിയായി ഹാൻഡിൽ ചെയ്തല്ലോ ടിങ്കർബെൽ എന്ന് പറയുമ്പോൾ ടിങ്കർബെൽ, ഞാനാരാ മോള്? അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ മൂവി അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.